ഈ വർണ്ണാഭമായ വേദിയിൽ ഞാൻ നിങ്ങളോടൊരു കഥ പറയാം. എൻ്റെ കഥയുടെ പേര് പ്രജാക്ഷേമ തൽപ്പനയായ ഒരു രാജാവ്. ധാരാളം വിവാദത്തോൾ ചെയ്തുകൊണ്ടിരുന്ന ഖുർആൻ മനഃപ്പാടമാക്കിയ മുഹമ്മദ് അഫ്ന്ദി ആയിരുന്നു ആ രാജാവ്. തൻ്റെ രാജ്യത്തെ 7 പ്രവിശ്യകളാക്കി പല നാട്ടുരാജാക്കന്മാർക്കുമായി അദ്ദേഹം വിഭജിച്ചു നൽകി. അതിലൊരു രാജാവിന് സുന്ദരിയായൊരു മകളുണ്ടായിരുന്നു. അവളുടെ പേര് സുഹറ. മുഹമ്മദ് അഫ്ന്ദിയുടെയും സുഹറയുടെയും വിവാഹം ഉറപ്പിച്ചു വച്ചിരിക്കുകയായിരുന്നു. ഒരു ദിവസം മുഹമ്മദ് അഫ്ന്ദി നായാട്ടിനായി ദേഹത്ത് മുഴുവൻ എണ്ണ തേച്ച് കൊട്ടാരം മട്ടുകവരോട് ഉലാത്തുകയായിരുന്നു. ഖുർആൻ പാരായണത്തിന് അതീവ താല്പര്യം കാണിച്ചിരുന്ന മുഹമ്മദ് അഫ്ന്ദിന്റെ കഥകളാൽ ഖുർആൻ സദാ മൊഴിഞ്ഞുകൊണ്ടിരുന്നു. ഒരു ദിവസം ആൽ ഇംറാനിലെ 26-ാമത്തെ ആയത്ത് മുഹമ്മദ് അഫ്ന്ദി ഓതിയ ആൽ ഇംറാനിലെ 26-ാമത്തെ ആയത്തെത്തിയപ്പോൾ മുഹമ്മദ് അഫ്ന്ദിക്ക് ഒരു സംശയം. എല്ലാ അധികാരവും എടുക്കുന്നവരും നൽകുന്നതും നീയാണെങ്കിൽ എൻ്റെ അധികാരം ഈ സെക്കൻഡിൽ നീ എങ്ങനെ ഇല്ലാതാക്കും? പെട്ടെന്ന് ഒരു ഭടൻ ഓടി വന്ന് പറഞ്ഞു, മഹാരാജാവേ മഹാരാജാവേ, കൊട്ടാര പൂമുറ്റത്തൊരു പുലി. പുലിയോ? മഹാരാജാവ് മുറ്റത്തെത്തി. ഭടന്മാർ കഴിവതും പുലിയെ ഓടിക്കാൻ ശ്രമിച്ചു. പക്ഷേ പുലി പിന്മാറുന്ന പ്രശ്നമില്ല. അവസാനം മുഹമ്മദ് അഫ്ന്ദി തൻ്റെ ഉടവാൾ വലിച്ചൂരി പുലിക്ക് നേരെ നീങ്ങി. പെട്ടെന്ന് പുലി ഇടതോർന്ന് നിൽക്കുന്നൊരു കാട്ടിലേക്ക് പോയി. പിറകെ മുഹമ്മദ് അഫ്ന്ദി കുതിരപ്പുറത്തു. ദീർഘനേരത്തെ പരിശ്രമത്തിനൊടുവിൽ പുലി കാട്ടിൽ നിന്ന് അപ്രത്യക്ഷനായി. ക്ഷീണം കാരണം ഒരു പാറപ്പുറത്ത് കടന്ന് ഉറങ്ങിപ്പോയിരുന്നു മുഹമ്മദ് അഫ്ന്ദി. അതേസമയം നമ്മുടെ സുഹറയുടെ കൊട്ടാരത്തിൽ ഒരു കളവ് നടന്നിരിക്കുന്നു. സുഹറയുടെ വിവാഹാഭരണങ്ങളെല്ലാം ഒരു കള്ളൻ മോഷ്ടിച്ചു. ഇതറിഞ്ഞ രാജാവ് കോപിതനായി. ആളെവിടെ? 3 ദിവസത്തിനകം കള്ളനെ നമുക്ക് മുമ്പിൽ ഹാജരാക്കുകയും. ഭടന്മാർ നാടാകെ തിരഞ്ഞു. പക്ഷേ കള്ളനെ കിട്ടിയില്ല. അവസാനം തല പോകുമെന്ന് ഭയന്ന് ഭടന്മാർ കാട്ടിലേക്ക് കാട് കയറി. പോകും വഴി ഒരു സാധനം കിടക്കുന്നത് അവർ കണ്ടു. ശ്രദ്ധിച്ചു നോക്കി. ദേഹത്ത് മുഴുവൻ എണ്ണ തേച്ച ഒരാൾ പാറപ്പുറത്ത് കിടന്ന് സുഖമായി ഉറങ്ങുന്നു. കള്ളനാണെന്ന് കരുതി മുഹമ്മദ് അഫ്ന്ദിയെ പിടിച്ചു കെട്ടി കൊട്ടാരത്തിലെത്തിച്ചു. ആരും അറിയാതെ വിചാരണ ചെയ്തു. മുഹമ്മദ് അഫ്ന്ദിയുടെ 2 കൈകളും വെട്ടിമാറ്റി. വേദന കൊണ്ട് മധുരമേറും സ്വരത്തിൽ തടവറയിലിരുന്ന് ഖുർആൻ പാരായണം ചെയ്യുകയായിരുന്നു മുഹമ്മദ് അഫ്ന്ദി. അതിൽ ആകൃഷ്ടരായ സുഹറക്ക് അദ്ദേഹം തൻ്റെ ഉസ്താദായി കിട്ടാൻ ആഗ്രഹിച്ചു. തൻ്റെ ഭാവി വരനാണെന്നറിയാതെ ഖുർആൻ ക്ലാസ് ആരംഭിച്ചു. ഒരു ദിവസം ആൽ ഇംറാനിലെ 26-ാമത്തെ ആയത്ത് ഉസ്താദ് ഓതിക്കൊടുക്കെ ഉസ്താദ് ബോധരഹിതനായി വീണു. കാര്യം അന്വേഷിച്ചപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അത് മുഹമ്മദ് അഫ്ന്ദിയാണെന്ന്. ഒരു കള്ളനെ ഭർത്താവായി കിട്ടില്ലെന്ന് മനസ്സിലാക്കിയ സുഹറ ഒരു ഭ്രാന്തിയെ പോലെ അഭിനയിച്ചു. ഒപ്പം മുഹമ്മദ് കള്ളനെ ഭർത്താവായി കിട്ടാൻ വാശി പിടിക്കുകയും ചെയ്തു. ഒരു ഭ്രാന്തിയായ തൻ്റെ മകളുടെ ഒരു വിവാഹ ജീവിതം ആലോചിച്ച് 2ാമതിന് സമ്മതിച്ചു. അന്ന് രാത്രി താൻ ചെയ്ത പാപത്തിൻ്റെ വണ്ണം ഓർത്ത് മാനം ഒരുക്കി പശ്ചാത്തലമിക്കുകയായിരുന്നു മുഹമ്മദ് അഫ്ന്ദി. അതെ, അന്ന് രാത്രി മുഹമ്മദ് അഫ്ന്ദി കിടന്നുറങ്ങുമ്പോൾ മുത്തുനബി കിനാവിൽ വരുന്നു. മുത്തുനബിയോട് തൻ്റെ വിഷമങ്ങളെല്ലാം മുഹമ്മദ് അഫ്ന്ദി പറഞ്ഞു. മുത്തുനബി മുഹമ്മദ് അഫ്ന്ദിയുടെ 2 കൈകളും നീട്ടാൻ ആവശ്യപ്പെട്ടു. മഹാ അത്ഭുതം! മുത്തുനബിയുടെ തിരുസ്പർശനമേറ്റതും മുഹമ്മദ് അഫ്ന്ദിയുടെ 2 കൈകളും പഴയ രൂപത്തിലായി. അതും ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക്. ഈ വാർത്ത കൊട്ടാരമാകെ പടർന്നു. അത് മുഹമ്മദ് അഫ്ന്ദിയാണെന്ന് മനസ്സിലാക്കിയ രാജാവ് മുഹമ്മദ് അഫ്ന്ദിയുടെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിച്ചു. രാജൻ, അങ്ങ് എന്നോടല്ലേ തെറ്റ് ചെയ്തത്? ഞാൻ എൻ്റെ രക്ഷിതാവായ അള്ളാഹുവിനോടാണ് തെറ്റ് ചെയ്തത്. അതിനുള്ള ശിക്ഷയാണ് എനിക്ക് ലഭിച്ചത്. പ്രിയരെ,
അള്ളാഹു ഉദ്ദേശിച്ചാൽ ഏത് കാര്യവും മാറി മറിയുമെന്ന് നിങ്ങൾക്കിന്ന് മനസ്സിലായില്ലേ? ശുഭം. ഇവിടെ നിർത്തുന്നു ഈ കഥ. അസ്സലാമു അലൈക്കും.